വാർത്തയിലേക്ക്. ഇടുക്കി ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിലെ അതീവ പരിസ്ഥിതിലോല മേഖലയിൽ അനധികൃത നിർമ്മാണം. പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിരത്തി അനധികൃത പാറഖനനം നടത്തി. ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തി. നിരവധി പരാതികൾ ലഭിച്ചിട്ടും റവന്യൂ വകുപ്പ് നടപടിയെടുത്തില്ല. ബൈസൺ വാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്താണ് ഭൂമാഫിയയുടെ അനധികൃത നിർമ്മാണം പുരോഗമിക്കുന്നത്. ബ്ലോക്ക് നമ്പർ 005-ൽ സർവേ നമ്പർ 27/1, സർവേ നമ്പർ 259/16 ഉൾപ്പെടുന്ന ഭൂമിയുടെ മറവിലാണ് ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഗ്യാപ്പ് റോഡിനോട് ചേർന്ന് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ മേഖലയിൽ നിന്നും 200 മീറ്റർ നീങ്ങിയാണ് മലനിരകൾ ഇടിച്ചു നിരത്തി പാറകൾ പൊട്ടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതീവ പരിസ്ഥിതിലോല മേഖലയായ ഇവിടെ വീട് നിർമ്മിക്കാൻ ലഭിച്ച NOCയുടെ മറവിലാണ് കുന്നുകൾ ഇടിച്ചു നിരത്തിയുള്ള കയ്യേറ്റം നടക്കുന്നത്. തമിഴ്നാട് രാജാണ്ണാമലൈപുരം സ്വദേശിയാണ് ഇതിന് പിന്നിൽ. റെഡ് സോണിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നിരിക്കെയാണ് റവന്യൂ അധികാരികളുടെ മൗനാനുവാദത്തോടെ ഏക്കർ കണക്കിന് മലനിരകൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. സ്ഥലത്തിന്റെ മേൽനോട്ടക്കാരനായ അടിമാലി സ്വദേശി സിബി ജോസഫിന്റെ പേരിലുള്ള NOCയിലാണ് അനധികൃത നിർമ്മാണം. വൻതോതിൽ പാറഖനനവും ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തിട്ടുണ്ട്. മലമുകളിൽ വലിയ തടയണ നിർമ്മിക്കുകയും താഴ്വശത്ത് താമസിക്കുന്ന ഗോത്രവർഗ ജനതയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കയ്യേറി പാറ പൊട്ടിച്ചിരിക്കുന്നു. 1.5 കിലോമീറ്ററോളം റോഡ് പണിതിട്ടുണ്ട്. അത് റവന്യൂ ഭൂമിയിലാണ് പണിതിരിക്കുന്നത്. പിന്നെ വൻമരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കിറ്റാച്ചിയും കൊണ്ട് ഈ പാറകളൊക്കെ ഇളക്കി വെച്ചിരിക്കുക. ഇത് ഉരുൾ പൊട്ടുന്ന സ്ഥലമാണ്. വർഷം മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം ഒളിച്ച് നേരെ ബൈസൺ വാലിക്കേ എത്തുള്ളൂ. അത് കാരണം കൊണ്ട് എല്ലാ ജനങ്ങളെയും രക്ഷിക്കണം. അവിടെ ഉള്ള ഏലങ്ങളൊക്കെ ചവിട്ടിക്കൊട്ടി ഏക്കർ കണക്കിന് കൃഷികൾ നാശിച്ചുകൊണ്ടിരിക്കുക ബൈസൺ വാലിക്കാരുടെ. മലകൾ ഇടിച്ചു നിർത്തിയുള്ള നിർമ്മാണത്തെ തുടർന്ന് വയനാട് പെട്ടിമുടി പോലുള്ള ദുരന്തം ഇനിയും ആവർത്തിക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കയ്യേറ്റ മാഫിയ കാണിക്കുന്ന പോലെ തന്നെ ആദ്യം ഒരു വ്യാജരേഖ നിർമ്മിക്കുക, ഇത്ര വർഷമായിട്ട് ഞങ്ങളുടെ കൈവശമായിരുന്നു കാണിക്കുക, അതനുസരിച്ച് പട്ടയം സംഘടിപ്പിക്കുക. അപ്പോൾ ഈ വ്യാജ ഭൂമാഫിയയ്ക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായി. കാരണം വെച്ചാൽ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ജനവാസ മേഖലയാണ്. ഇഷ്ടംമാതിരി വീടുകളും ഉണ്ട്. ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളും അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. അനധികൃത നിർമ്മാണത്തിനും കയ്യേറ്റത്തിനുമെതിരെ വില്ലേജ് ഓഫീസർ മുതൽ മന്ത്രിതലത്തിൽ വരെ കയറിയിറങ്ങി പരാതികൾ നൽകിയിട്ടും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കേരളത്തിൽ തുറന്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 2018 നിന്ന് നമുക്ക് തുറന്നങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു തുറന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പൈസമ്മാടി പഞ്ചായത്ത് 13 വാർഡും കാണുകയില്ല. അത് ഇപ്പോഴും ആൾക്കാർക്ക് നമ്മുടെ നാട്ടുകാർക്കോ ഒരു 10 പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആ പരാതിക്ക് മറുപടിയുമില്ല. ആ പരാതി പുറത്തിറക്കിയിട്ടില്ല. ആരും നോക്കാനും കാണാനോ ആരും വന്നിട്ടില്ല. ഇതിനൊന്ന് അന്വേഷണം നടത്താൻ പോലും ഒരാളും വന്നിട്ടില്ല. ഇത് തടഞ്ഞു നിർത്താൻ പോലും ആൾ വന്നിട്ടില്ല. അതീവ പരിസ്ഥിതിലോല മേഖലയിൽ എങ്ങനെ പട്ടയം ലഭിച്ചു എന്നതും പട്ടയത്തിന്റെ മറവിൽ റവന്യൂ ഭൂമി കയ്യേറി പാറഖനനം ചെയ്യുവാനും മരങ്ങൾ മുറിച്ചു കടത്തുവാനും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും എങ്ങനെ അനുമതി ലഭിച്ചു എന്നതും ദുരൂഹതയേറുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.